അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു യാത്ര തുടങ്ങി. വേറൊരിടത്തുമല്ല, എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞു പോയ വീട്ടിലോട്ട്. എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ കസിൻ ചേച്ചി, വല്യമ്മയുടെ മോള്. അപ്പോൾ ഇതാണ് വീട് ഫുള്ളും ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടേക്കുക. അവിടെ ചെന്നപ്പോൾ ശ്രീക്കുട്ടി നമുക്ക് വേണ്ടിയിട്ട് സാലഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രീക്കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ നാത്തോന്. ഇനി നമുക്ക് കുറച്ച് ഇൻട്രോവേർട്ടിനെ കാണാം. ഇതാണ് ഒന്നാമത്തെ ഇൻട്രോവേർട്ട്. പേര് അഭിജിത്ത്. വീട്ടുകാരവനെ ഓമന പേരിട്ട് വിളിക്കും. പേര് ചങ്കു. ഇനി നമുക്ക് അവിടുത്തെ വേറൊരു വില്ലനെ പരിചയപ്പെടാം. കണ്ടാ ഇത്തിരി ടെററാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ പാവമാണ് കേട്ടോ. ഒരു പാവം പിടിച്ച പട്ടിക്കുട്ടി. എല്ലായിടത്തും സ്നേഹമാ. ഇത് വേറൊരു ഇൻ്റർവ്യൂട്ട്, ചങ്കുവിൻ്റെ അനിയത്തി. അങ്ങനെ എല്ലായിടത്തും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വല്യമ്മ അവിടെ വീട്ടിൽ വന്നു കേട്ടോ. ഇതാണ് എൻ്റെ വല്യമ്മ, ചേച്ചിയുടെ അമ്മ. അങ്ങനെ ഉച്ച സമയമായി കപ്പ വന്ന് ചിക്കൻ വന്ന് എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചൊരു പിടി പിടിച്ചു. ഇനി അടുത്തത് ഇതാ എവൻ്റെ വീട്ടിലോട്ടാണ് ഇനി പോകാനുള്ളത്. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് എൻജോയ് ചെയ്തങ്ങിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരമായി, തിരിച്ച് വീട്ടിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ അവിടെയും ഇവിടെയും ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് എത്തിയപ്പോൾ അച്ഛൻ ദാ ബീഫ് പുരട്ടി വെച്ചേക്കുന്നു. എല്ലാം കൂടി കഴിക്കണമെന്നുണ്ട്, പക്ഷെ ജിമ്മിൽ പോകാൻ ടൈമായി. ഇതാണ് എൻ്റെ ജിമ്മിലെ ഒരേ ഒരു ചേച്ചി, പേര് ഗംഗ. അപ്പോൾ എൻ്റെ അടുത്ത് എന്തൊക്കെ ചലഞ്ച് വയ്ക്കാനുണ്ട്, കാരണം ഡയറ്റിൻ്റെയാണ്. ഞാൻ അതെല്ലാം കേട്ട് തലയാട്ടിയൊക്കെ വിട്ടു. അങ്ങനെ നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. അപ്പോൾ ചേച്ചിയാണ് എന്നെ ഡ്രോപ്പ് ചെയ്യണത് വീട്ടിൽ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പൊറോട്ടയും ബീഫും ഇരിക്കണുണ്ട്. എല്ലാം കൂടി കൂട്ടിയൊരു പിടി പിടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.